കോട്ടെ ഞാൻ വെല്ലുവിളിച്ചത് തയ്യാറുണ്ടോ? എന്റെ റൂമിൽ ഒരു ഷെഡിട്ട് നിങ്ങൾ പുറത്ത് കുടിച്ചോ പിശാചിനെ കുടിച്ചിട്ട്? കോട്ടെ ഞാൻ വെല്ലുവിളിച്ചത് തയ്യാറുണ്ടോ? എന്റെ റൂമിൽ ഒരു ഷെഡിട്ട് നിങ്ങൾ പുറത്ത് കുടിച്ചോ പിശാചിനെ കുടിച്ചിട്ട്? ഞാൻ സൂചിപ്പിച്ചല്ലോ വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അത് മിമിക്രി, അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം, അതുപോലെ തന്നെ കയറിൽ തൂങ്ങിയിട്ടുള്ള ഒരു മത്സരം, പിന്നെ അക്കൂട്ടത്തിൽ വേറെ അതേപോലെ തന്നെ കളവ് പറയൽ മത്സരം. ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗർ അലി സാഹിബാണ് ഇത് അടുത്ത ഇനം ഇന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞങ്ങള് ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ടല്ലോ, ഇവർ പറഞ്ഞ് നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അസ്ഗർ അലി സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോൾ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളെ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കേട് വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളങ്ങനെ വിശ്വസിച്ചു, പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പിൽ നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടി എന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നെയാണ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ അതിന് സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ 6ഓളം സോപ്പും പെട്ടി, പിന്നെ അതുപോലെ തന്നെ റെക്സോണ സോപ്പ്, ഇതൊക്കെയാണ് കിട്ടിയത്. അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പെട്ടിയാണിത്. അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് സോപ്പിന്റെ വെട്ടി സമ്മാനം കിട്ടും. ഇയാൾ ഒരു മുജാഹിദ് പള്ളിയിലെ ഖത്തീബാണ്, തെക്കൻകുട്ടൂർ പള്ളിയിലെ ഖത്തീബാണ്. നരകത്തിൽ കടക്കുന്നത് സലാത്താണ് വേണമെങ്കിൽ അതിന് പറയാവുന്ന അർത്ഥം. അതിനെ വിമർശിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പോകുന്ന സ്ഥലമാണത്. അതുകൊണ്ട് സലാത്തിനെ നിസ്സാരമാക്കണ്ട, സലാത്തിനെ ഗൗരവത്തോടെ കാണണം, സലാത്ത് ചൊല്ലുന്ന സദസ്സിനെ ഗൗരവത്തോടെ കാണണം, സലാത്തിന്റെ മന്ത്രത്തെ ഗൗരവത്തോടെ കാണണം. ഇത് നായകനുമായുള്ള ബന്ധത്തിന്റെ കണ്ണിയാണ്, ഇത് ഹൃദയവസന്തത്തിന്റെ താക്കോലാണ്, ഇത് ഉത്കർഷത്തിലേക്കൊരു പാതയാണ്, ഇത് ഉയർച്ചയിലേക്കുള്ള മുഴുവൻ ആരോഹണമാണ്. اللهم صل وسلم وبارك على سيدي ونبي محمد وعلى آله وصحبه الممجدين. ഇത് ഈ വിനീതന്റെ ക്രോഡീകരിച്ച സലാത്തിന്റെ ലഫ്ളുകളാണ്. ഇത്തരം ഒരു സദസ്സിൽ അത് പറയുമ്പോ എനിക്ക് അഭിമാനമുണ്ട്. അൽഹംദുലില്ലാഹ്, ഇസ്ലാമിക ചരിത്രത്തിൽ പലരും അവരവരുടെ സലാത്തുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. നിസ്സാരക്കാരനായ ഇവനും ഒരു സലാത്ത് ക്രോഡീകരിച്ചു. എത്രയോ മനുഷ്യരുടെ ചുണ്ടിലും ഹൃദയത്തിലും അല്ലാഹു അതിന് സ്വീകാര്യതയും നൽകി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി മുമജ്ജദീൻ. കഴിഞ്ഞ ദിവസവും മദീനയുടെ തെരുവിലൂടെ ഞാൻ നടന്നപ്പോ, ആ മണ്ണിലൂടെ അന്വേഷകനായിട്ട് കറങ്ങിയപ്പോ, അവിടുത്തെ അത്ഭുതങ്ങളിൽ ലയിച്ചപ്പോ ഓരോ നിമിഷവും അത്ഭുതമാണ്, ഓരോ നിമിഷത്തിന്റെ പിറവിയും അത്ഭുതമാണ്, ഓരോ അസ്തമയവും അത്ഭുതമാണ്, ഓരോ ഉദയവും അത്ഭുതമാണ്. എന്തുകൊണ്ടെന്നാൽ അത്ഭുതത്തിന്റെ അത്ഭുതമേ, കിനാവിന്റെ കിനാവേ, പൊരുളിന്റെ പൊരുളേ, സൗന്ദര്യത്തിന്റെ സൗന്ദര്യമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. അന്ന് വിശ്രമം കൊള്ളുന്ന മണ്ണാണത്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ചെന്നുകൊണ്ട് പുണ്യനബിയുടെ വഫാത്തിന് ശേഷം സഹാബത്ത് ചോദിക്കുകയാണ്, ഉമ്മുൽ മുഅ്മിനീൻ, പരിശുദ്ധ നബിയുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതാണ്? ഈ കള്ള സലാത്തുകൾ ചൊല്ലണ്ട, നാരിയ സലാത്ത് ചൊല്ലണ്ട, കമാലിയ ചൊല്ലണ്ട, താജുസ്സലാത്ത് ചൊല്ലണ്ട. അങ്ങനെ കുറെ സലാത്തുകൾ ഉണ്ടല്ലോ, ഇവർക്ക് അത് ഇസ്ലാമിലുള്ള സലാത്തല്ല. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. സലാത്തിന്റെ ഒരു രൂപമാണത്. 7ഓളം രൂപങ്ങളിൽ
സഹിഹായ നിലക്ക് സലാത്തുകൾ വേറെയും വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അത് മറ്റൊരു രൂപമാണ്. അങ്ങനെ 7ഓളം രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ അക്കൂട്ടത്തിലൊന്നും ഒരു സയ്യിദിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല കേട്ടോ. ജാഹിലിന്റെ മൗലവിമാരെ ഞാനിവിടെ പിടിച്ചു കെട്ടു എന്ന് വെറുതെ പറഞ്ഞതല്ല. അൽ വിലായത്ത് വൽ കറാമ അതാ ഞാൻ സ്ക്രീനിൽ വെക്കുന്നു. മൗലവിമാരെ നോക്കൂ, വായിക്കൂ. മൗലവിമാരെ എന്താ അതിലുള്ളത്? നിങ്ങളെ KM മൗലവി അതാ സയ്യിദിനെ കൂട്ടിയിട്ട് സലാത്തി ചൊല്ലിയിട്ട് നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പണ്ഡിത സംഘടന പിരിച്ചുവിടൂ മൗലവി. നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തൊരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. വിഷയം മനസ്സിലായില്ല നിങ്ങൾക്ക്? റസൂലുള്ള കാണിച്ചല്ലാത്തൊരു സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. എന്നാ നിങ്ങൾ അൽ വിലായത്ത് വൽ കറാമയിലെ സലാത്ത് റസൂലുള്ള കാണിച്ചിട്ടുണ്ടോ? അൽ മുർഷിദിലെ സലാത്ത് കാണിച്ചിട്ടുണ്ടോ? അതിലൊക്കെ സയ്യിദിനെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റും, ഞമ്മക്ക് പറ്റൂല. അതെന്താ മൗലവി? അതേതാ മതം? നിങ്ങൾക്ക് പറ്റും, ഞങ്ങൾക്ക് പറ്റൂല. അതേതാ മതം? നിങ്ങൾ മുസ്ലിമീങ്ങൾ നാരിയത്ത് സലാത്ത് പോലത്തെ സലാത്ത് ചൊല്ലുന്ന മുടക്കാൻ വേണ്ടി പറഞ്ഞ വാചകാണ്. അതാ വിഷയോ. ഞങ്ങൾക്ക് തിരിയാഞ്ഞിട്ടില്ല. എനിക്ക് കേട്ടോ, ഇവിടുന്നൊന്നും നിർത്തൂല. ഞാൻ സർവ്വ മൗലവിമാരെ കൊണ്ടും സലാത്ത് ചെല്ലിക്കുന്നു. 7 സലാത്ത്, റസൂലുള്ള പഠിപ്പിക്കാത്ത സലാത്ത് മൗലവിമാരെ നാവുകൊണ്ട് ചെല്ലിക്കാൻ പോവാണ്. എല്ലാരും കേട്ടോളി. ആ ഹദീസിന്റെ കിതാബിൽ കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുന്നു സർവ്വ മൗലവിമാരെ. ആ മുത്തുമാണികളൊന്നും ചൊല്ലട്ടെ. والصلاة والسلام على رسول الله وعلى آله وأصحابه المجاهدين في سبيل الله. അത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത് മൗലവി? ഒന്ന്. രണ്ടാമത്തെ കേട്ടോനെ. അത് മിമ്പറിൽ എഴുതിയതാ. والصلاة والسلام على أشرف المرسلين نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه المجاهدين الفائزين. അത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത്? മൂന്നാമത്തെ വരട്ടെ. والصلاة والسلام على أشرف الأنبياء والمرسلين. അത് ഏത് ഹദീസ്? അത് ഇവിടുത്തതാ, കാസർഗോഡ്. അപ്പോ 3 സലാത്ത് ഞാൻ നമ്മളെ മുത്തുമാണിക്കല്ലിനെ കൊണ്ട് ചൊല്ലിച്ചിട്ടുണ്ട്. ആ 3ന്റെയും റിപ്പോർട്ട് അടുത്ത വരവിന് പറയണം സലഫി. നിങ്ങൾക്ക് ഹദീസിലെ കിതാബിലില്ലാത്ത സലാത്തിലാൻ പറ്റുമോ? ഒന്ന്. ഇനി നമ്മളെ സക്കരിയാനെ കൊണ്ട് ചെല്ലിക്കട്ടെ ഒരു 2 എണ്ണം. സക്കരിയാനെ കൊണ്ട് ഞാൻ ഒരു 2 സലാത്ത് ചെല്ലിക്കുന്നുണ്ട്. അത് ഹദീസിന്റെ കിതാബിൽ സക്കരിയ ഒന്ന് കാണിച്ചു തരണേ. സക്കരിയാന്റെ അനുയായികളും കാണിച്ചു തരണേ. ഒന്ന് ചെല്ലിച്ചാട്ടവനെ ഒന്ന് വരട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അത് ഈ മൂപ്പര് ഡയറി നോക്കി ഇത് വായിച്ചില്ലേ? ഏത് റസൂലുള്ള ചെല്ലിയ സലാത്തേ പാടുള്ളൂ. അതിന്റെ ലാസ്റ്റ് ചെല്ലിയ സലാത്താണിത്. അപ്രസംഗത്തില് അതേ പ്രസംഗത്തിൽ ചെല്ലിയ സലാത്താണിത്. ഏത് ഹദീസിന്റെ മൗലവി കൊണ്ടുവാ ഹദീസിന്റെ കിതാബ്. ഒന്ന് കുടിച്ചിരിക്കെ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ വആഖിറു. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. അത് ഏത് ഹദീസിന്റെ കിതാബിലുള്ളത് മൗലവി? ഇനി നമ്മളെ സലാത്ത് ഉമർ മൗലവിയുടെ സലാത്ത് ഇരിച്ചാലാ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. അത് ഉമർ മൗലവിന്റെ സലാത്താ. ഈ പറഞ്ഞ ഞാനിപ്പോ 3 2 5 3 2 5 6 7 8 സലാത്ത് ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. മുജാഹിദിന്റെ മൗലവിമാരെ സലാത്ത്. ഈ 8ഉം നിങ്ങളുടെ ഹദീസിന്റെ കിതാബ് ഞങ്ങൾ മുമ്പ് തെളിയിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് നാവനക്കാന്. കേട്ടോ, നാവ് പൊക്കുന്നതിന് മുമ്പ് ഈ 8 സലാത്തിന് ഹദീസ് കൊണ്ട് തരണം. നിങ്ങളെ മൗലവിമാർ ചെല്ലുന്ന സലാത്ത്.